സോ ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സാധനം കേസൊക്കെ തമ്മിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ കാണുന്നത് ഫ്രീ ഫയർ ഇന്ത്യയാണ് ഗൈസ്. ഓക്കെ, അതും അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തമ്മിൽ നിങ്ങൾ നടുക്കായിട്ടൊരു ഓഫ്ലൈൻ്റെ ബട്ടൺ കണ്ടില്ലേ, അത് തന്നെയാണ്. ഇതിൽ നമുക്ക് നെറ്റ് വേണ്ട. സോ നെറ്റ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യുന്നത് കേട്ടത്. എൻ്റെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തിട്ടുണ്ട്. അത് ഫ്രീ ഫയറിലൊക്കെ വരുന്ന പോലെ നെറ്റ്വർക്ക് കണക്ഷൻ ഇററൊന്നും വന്നിട്ടില്ല. കണ്ട, ഇത് ഓഫ്ലൈനായിട്ട് കളിക്കാം. ഈ ഒരു ഗെയിം എന്ന് പറയുകയാണെങ്കിൽ സാധാ ഫ്രീ ഫയറിനേലും 1, 2, 3, 4 ഇരട്ടി MB താഴെയാണ്. എല്ലാ ലോ എൻഡ് ഡിവൈസിലും നിങ്ങൾക്ക് ഇത് കളിക്കാൻ പറ്റും, നെറ്റ് ഇല്ലാണ്ട്. സിം പോലും വേണ്ട ഈ ഒരു ഗെയിം കളിക്കാനായിട്ട്. ഓക്കെ, സോ നിങ്ങൾക്കിത് കാണാം. നമ്മുടെ പുറകിൽ നമ്മുടെ ഇന്ത്യൻ ഗേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. സോ നമുക്കിതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം. സോ നമുക്ക് സ്റ്റോറിയിൽ നിന്ന് തുടങ്ങാം. സോ സ്റ്റോറിയിൽ നിന്ന് തുടങ്ങുമ്പോൾ ഇത്തിരി ക്യാരക്ടേഴ്സാണ് ഇവിടെ വരുന്നത്. സോ നമുക്കിവിടെ കുറച്ച് ക്യാരക്ടേഴ്സും കാണാം. പിന്നെ ക്ലോത്ത്സ്, നമുക്ക് ഇത്തിരി ക്ലോത്ത്സും കാണാം. സെക്കൻഡായിട്ട് പിന്നെ എല്ലാ ക്രിമിനൽ ബണ്ടിലും കാണാൻ പറ്റുന്നുണ്ട്. സോ ഡയമണ്ടും പൈസയും കാണാം. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, കാണിച്ചു തരാം. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യണം. പ്രോസസ്സും കാര്യങ്ങളും ഈ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. സോ അതൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക. ഓക്കെ, ഡൗൺലോഡ് ലിങ്കും പറയുന്നുണ്ട്. സോ ഗ്ലൂ വാളെല്ലാം ഡയമണ്ടിനാണ്. പിന്നെ ലക്കി റോയിൽ കമ്മിങ് സൂണാണ്. ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ മാക്സിമിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നത്. സോ സെക്കൻഡായിട്ട് ഞാൻ ഡയമണ്ട് കൊടുത്ത് എടുത്തതാണ്. അതിൻ്റെ ഒരു ട്വിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. സോ പിന്നെ നിങ്ങൾക്ക് വാലറ്റ് അത് തന്നെ. പിന്നെ എൻ്റെ കളക്ഷൻസ്, ലൂട്ട് ബോക്സ്, ഗ്ലൂ വാൾ ഞാൻ കാണിച്ചത്. ഞാൻ അടുത്തൊരു ഗ്ലൂ വാൾ തന്നെയാണ് ഡയമണ്ട് കൊടുത്ത്. ഡയമണ്ടൊക്കെ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്ന ബാനറും അവതാറാണ് നിങ്ങൾ കാണുന്നത്. ഇത്രയും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, വെപ്പൺസും കാര്യങ്ങളും കമ്മിങ് സൂണാണ് വെപ്പണിൻ്റെ ഇത്. പിന്നെ ഇതാണ് ഡയമണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് സംഭവം. നിങ്ങൾക്ക് പരസ്യം കണ്ടുകൊണ്ട് ഡയമണ്ട് എടുക്കാം. പിന്നെ ഈ യൂട്യൂബർ, നിങ്ങൾ ഇവൻസിൻ്റെ സെക്ഷൻ പോയി കഴിഞ്ഞാൽ ഈ ഗെയിം ഡെവലപ്പ് ചെയ്ത ആളുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റയിലും സബും ഫോളോയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 ഡയമണ്ട് വെച്ച് കിട്ടുന്നുണ്ട്. പിന്നെ പരസ്യം കണ്ടുകൊണ്ട് തന്നെ എത്ര ഡയമണ്ട് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാമെന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് ഇവിടുത്തെ സാധനങ്ങൾ മൊത്തം മേടിക്കാമെന്നുള്ളതാണ്. പിന്നെ പ്രൊഫൈലാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു കുറഞ്ഞ MB ആണ് ഈ ഒരു ഗെയിമിൽ കൊണ്ടുവന്നിരിക്കുന്നത്. MB സൈസും കാര്യങ്ങളും പറയുകയാണെങ്കിൽ 120 MB ഉള്ള ഈ ഒരു ഗെയിമിന്. അതുപോലെയാണ് കംപ്ലീറ്റ്ലി ഓഫ്ലൈനാണ് ഗെയിമിൽ വരുന്നത്. സോ കൺട്രോളും കാര്യങ്ങളും കാണാം സെറ്റിങ്സിൽ. നമ്മുടെ ഫ്രീ ഫയറിൽ നോർമൽ ഫ്രീ ഫയറിലുള്ളതൊക്കെ തന്നെ വരുന്നുണ്ട്, ഗ്രാഫിക്സും എല്ലാം. പിന്നെ പറയാനാണെങ്കിൽ എല്ലാം നമ്മൾ നോർമൽ ഒരു ഫ്രീ ഫയർ. പിന്നെ മ്യൂസിക് ഉണ്ട്. ഈ മ്യൂസിക് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം അതൊരു ഹിന്ദി പാട്ടാണ് വെച്ചാണ്. ഹിന്ദി പാട്ടെന്ന് പറഞ്ഞാൽ ഹിന്ദി സിനിമ പാട്ടല്ല, ഫ്രീ ഫയറിനെ പറ്റി തന്നെയുള്ളൊരു ഹിന്ദി പാട്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ അത് കാരണം ഞാൻ അത് കുറച്ചിട്ടേക്കനെയാണ്. സോ ഗെയിം സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. ഇനി നമുക്കിതിൻ്റെ മാപ്പും ഗെയിമിൻ്റെ ഇതൊക്കെ നോക്കാം. സോ മാപ്പും കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മിങ് സൂണാണ് ബാറ്റിൽ റോയൽ. പിന്നെ ക്ലാഷ് കോഡും ട്രെയിനിങ്ങും ഉണ്ട്. ട്രെയിനിങ് ഗ്രൗണ്ട് നിങ്ങൾ നെട്ടും കേസ് നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. സോ കേസ് ഇവിടെ നിങ്ങൾക്ക് ഗണ്ണും കാര്യങ്ങളും സെലക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ഒരു ഗെയിം ഇപ്പോൾ ഉള്ള ഫ്രീ ഫയറിനായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അത് കമ്പയർ ഒട്ടും ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിലെ ഗെയിമിൽ നമ്മളെ ക്യാരക്ടർ ഓടണയൊക്കെ നിങ്ങൾക്ക് കാണാം. കാരണം ഇതൊരു ഗരീന ഫ്രീ ഫയറിലത്തെ ആ ഗരീന ഒഫീഷ്യലായിട്ട് ഡെവലപ്പ് ചെയ്തല്ല, ഒരു യൂട്യൂബർ ഡെവലപ്പ് ചെയ്തതാണ്. അതും അടിപൊളിയായിട്ട് ഒരു വേർത്തായിട്ടുള്ള രീതിയിലാണ് ആ യൂട്യൂബർ ഡെവലപ്പ് ചെയ്തേക്കണം. അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊന്നും പറയാനും പാടില്ല. പറയാൻ പാടില്ലെന്ന് ഉദ്ദേശിച്ചാൽ ഈ ഗെയിമിൽ എന്തെങ്കിലും ബഗ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ. കാരണം ഇത് കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടു ബേസിക്കലി. കാരണം നെറ്റില്ലാത്ത അടുത്ത് നമുക്ക് എല്ലാവരെയും ഫ്രീ ഫയർ കളിക്കാനുള്ളൊരു ഓപ്ഷൻ ആ ഒരു യൂട്യൂബർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ഞാൻ നെറ്റ് ഓഫാക്കി ഇട്ടേക്കണം, നിങ്ങൾ ഓർക്കണം. സോ നമ്മുടെ ഓൾഡ് ഫ്രീ ഫയർ ഗൈസ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ പണ്ടത്തെ ഫ്രീ ഫയർ എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഫ്രീ ഫയർ ആൾ ഡെവലപ്പ് ചെയ്തേക്കണത്. എന്താ പറയുക, നമ്മുടെ കണ്ട ഓടണയൊക്കെ കണ്ട ഗ്ലൂ വാളൊക്കെ ഇടണം. നമ്മുടെ ഇപ്പോഴത്തെ ഫ്രീ ഫയറിൽ നമ്മൾ മൂവ്മെൻറ്റ് സ്പീഡിൻ്റെ കിങ് ഒക്കെ ആയിരിക്കും. അതൊന്നും ഇവിടെ പറ്റൂല. കാരണം ഇപ്പോൾ കണ്ട നമ്മൾ പണ്ടത്തെ ഫ്രീ ഫയറിൽ ഓടണ പോലെ സ്പ്രിൻറ്റ് ബട്ടറൊന്നും ഇല്ല. നമ്മൾ ആ ഒരു ജോയ്സ്റ്റിക്ക് വെച്ച് എന്താ പറയുക, ജോയ്സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ പോവുക, ഇങ്ങനെ അത് തുഴഞ്ഞൊഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുക. സോ നിങ്ങൾ വാതിലെടുത്ത് കഴിയുമ്പോൾ ഒരു ഓടണ ബട്ടൺ നിങ്ങളുടെ അവിടെയായിട്ട് കാണാൻ. ബട്ടണും കാര്യങ്ങളും നെക്കിക്കഴിഞ്ഞാൽ നിങ്ങളിത് ട്രെയിനിങ് ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ടാവും. സോ ഇവിടെ ഞാൻ പറഞ്ഞതല്ലോ, ഇത് ഇവിടെ ഓഫ്ലൈനാണല്ലോ ഈ ഗെയിം. അതുകൊണ്ട് നിങ്ങൾ ഓൺലൈൻ മറ്റു പ്ലേയേഴ്സിനെ നിങ്ങൾ നോക്കണ്ട. ഇവിടെ ബോട്ടായിക്കൊള്ളത്. ആ ഒരു ബോട്ടിനെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട. ഞാനിവിടെ ഇരുന്ന് കില്ലെടുക്കണ കാരണമാണ് എനിക്ക് ഹിറ്റൊന്നും കിട്ടാത്തത്. ഈ ഒരു ബോട്ട് എന്ത് സംഭവം എന്നറിയില്ല. ഗെയിം ഈയിടക്കാണ് ഡെവലപ്പ് ചെയ്തത്. അത് കാരണം ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ബോട്ടിനെ വെടിവെക്കാം, പക്ഷെ അവർക്ക് ഇങ്ങോട്ട് വെടിവെക്കുമ്പോൾ ഡാമേജ് അങ്ങനെ കിട്ടില്ല. സോ ഇതാണ് സംഭവം. കാണാൻ എണീക്കുമ്പോൾ എവിടെ നിന്നൊക്കെ അടി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഈ ട്രെയിനിങ് ഗ്രൗണ്ടും ഈ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സ് നിങ്ങൾക്ക് കാണാമല്ലോ. നിങ്ങൾക്ക് ഈ ലോ എൻഡ് ഡിവൈസിൽ 2GB റാമിൻ്റെ മൊബൈലിലാണോ ഞാൻ ഈ കളിക്കേണ്ടത്. അപ്പോൾ റിയൽമി C11 ആണ്. സോ ഇതിൽ 2GB എനിക്ക് ഞാൻ കളിക്കണം കാണാം. നിങ്ങൾക്ക് ഗ്രാഫിക്സും കാര്യമാണ് അടിപൊളിയായിട്ടാണ് ഈ ഒരു ഗെയിം ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഫ്രീ ഫയർ കളിക്കണമെന്ന് ആഗ്രഹമുള്ള ലോ എൻഡ് ഡിവൈസിലത്തെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു വീഡിയോയും. പോലെ തന്നെ ചാനൽ മറക്കാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.
സോ ഞാൻ ഇരുന്നുകൊണ്ട് ഫൈറ്റ് എടുക്കണം നിങ്ങൾക്ക് കാണാം. നമുക്ക് ഇരുന്നുകൊണ്ട് വെടിവെക്കാൻ പറ്റുന്നുണ്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ. പോരാണ്ട് നിങ്ങൾക്ക് നോർമലി ഫ്രീ ഫയർ സപ്പോർട്ടാത്ത മൊബൈലത്തെ ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, അവർക്കിത് കളിക്കട്ടെ ഗൈസ്. ഓക്കെ, സോ ഇത് കണ്ട നമ്മൾ നെറ്റ് ഓഫാക്കിയിട്ട് തന്നെയാണ് കളിക്കണത്. അവർക്കിത് കളിച്ച് പഠിക്കട്ടെ ഫ്രീ ഫയർ എന്താണ്. സോ ഇത് കണ്ട നമുക്ക് പണ്ടത്തെ ഒരു ട്രെയിനിലൊക്കെ തന്നെ നമ്മുടെ ഓൾഡ് പ്ലെയേഴ്സ് ഈ ഒരു ടൈമിന് കളിച്ച പ്ലെയേഴ്സിനൊക്കെ ഇതൊരു നൊസ്റ്റാളജിക് മൂവ്മെൻ്റ് ആയിരിക്കും. അവർക്ക് പണ്ടത്തെ ഒരു ഫ്രീ ഫയർ കളിക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഇനിയിപ്പോൾ BR മാപ്പ് ഫുള്ളായിട്ടുള്ള മാപ്പ് വരുമ്പോൾ ചിലപ്പോൾ പണ്ടത്തെ പീക്കും കാര്യങ്ങളും വരാൻ ചാൻസസ് കൂടുതലാണ്. സോ ഗെയിമിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് ഗെയിം പ്ലേ വീഡിയോസൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. സോ നമുക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്യണം എങ്ങനെയാണ് നോക്കാം കേസ്. സോ അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തുകഴിഞ്ഞാൽ ഒരു ലിങ്ക് ഉണ്ട്. അവിടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ടാവും, അത് മറക്കാണ്ടൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ഗെയിമിൻ്റെ ഡൗൺലോഡ് ചെയ്യണ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഉണ്ട്, അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. സോ ഫസ്റ്റ് നിങ്ങൾ അതിലോട്ട് കയറുക. അപ്പോൾ ലിങ്കിൽ നിങ്ങൾക്ക് കയറി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണുന്നത്. സോ ആ ഗെയിം ഡെവലപ്പ് ചെയ്ത ഒരാളുടെ വെബ്സൈറ്റാണിത് ഒഫീഷ്യലി. സോ അപ്പോൾ നിങ്ങൾക്കിവിടെ പൊക്കത്തായിട്ട് FFI എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഗണ്ണും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം കാണാം. സോ നിങ്ങൾ ജസ്റ്റ് അതിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു ഫോട്ടോയിലോട്ട് ക്ലിക്ക് ചെയ്യുക. സോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഒരു പരസ്യമായിരിക്കും. പരസ്യം ഒരു ആഡ് പോലെയൊക്കെ വേറൊരു പേജിലോട്ടായിരിക്കും പോകുന്നത്. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ബാക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ ബാക്ക് അല്ല, ജസ്റ്റ് ഒന്ന് സിംഗിൾ ബാക്ക് അടിക്കുക. എന്നിട്ട് ആ കറക്റ്റ് ആ ഒരു ഫോട്ടോ നിൽക്കുമ്പോൾ ഇത് ഇങ്ങനെയായിരിക്കും വരുന്നത്. സോ എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ലിങ്ക് ഒന്ന് കാണാൻ പറ്റും. ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ ഡൗൺലോഡ് ലിങ്ക് നിങ്ങൾ നെക്കുക. സോ അത് നെക്കി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അടുത്തൊരു പേജിലോട്ട് വരുന്നുണ്ട്, കറൻറ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പേജ്. സോ അതിൻ്റെ കുറച്ചടിയിലോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് പോകണം നിങ്ങൾ. ഓക്കെ, അങ്ങനെ കുറച്ച് പോകുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഒരു 15 സെക്കൻഡ് അവിടെ ഉണ്ട്. സോ നമുക്ക് ആ 15 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. സോ അപ്പോൾ സെക്കൻഡുകൾ കഴിഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ എന്നുണ്ടാവും. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിയിലോട്ട് പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടി അടിയിലോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ചും കൂടി പോകുമ്പോഴത്തേക്കും കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ബ്ലൂ കളർ ബോക്സ് കാണാൻ പറ്റുന്നുണ്ട്. സോ അത് നിൽക്കിയിട്ട് ഈ ഒരു ആഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക, H ബട്ടൺ പോലത്തെ സാധനം നിൽക്കിയിട്ട്. സോ അതുകൊണ്ട് കറണ്ട് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പേജ് വരുന്നുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ കളർ ഒരു പെട്ടീൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നുണ്ടല്ലേ. സോ അപ്പോൾ ജസ്റ്റ് അതൊന്ന് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് അവിടെ നിങ്ങൾക്ക് കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കാണിക്കും. സോ ജസ്റ്റ് അടിയിലോട്ട് പിന്നെ സ്ക്രോൾ ഡൗൺ ചെയ്ത് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ പറയുക റെഡ് കളറിൽ ക്ലിക്ക് ടു കണ്ടിന്യൂ എന്ന് കാണിക്കാം. സോ അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് അത് നിൽക്കുക. സോ അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു പേജിൽ വന്നിട്ട് പ്ലീസ് വെയിറ്റ് എന്ന് കാട്ടും. സോ ഏകദേശം തീരാറായിട്ടുണ്ട്. സോ ഒന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നിങ്ങളതൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങളിവിടെ ക്ലിക്ക് ഹിയർ എന്ന് കാണാം. ഓക്കെ, ക്ലിക്ക് ഹിയർ എന്നുള്ള റെഡ് കളർ ഇത് കാണാമെന്ന്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ അതിന് പരസ്യം വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി, അത് ജസ്റ്റ് 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബ്ലാക്ക് ആവും. ബ്ലാക്കിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ അടിയിലോട്ട് ഓട്ടോമാറ്റിക്കലി പോകുന്നതായിരിക്കും, തന്നെ സ്ക്രോൾ ഡൗൺ ആയി പോകുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു പരസ്യം ഇടക്ക് വരുന്നുണ്ട്, അത് മൈൻഡ് ആക്കണ്ട. ആ ഒരു കണ്ടിന്യൂലും കൂടി ജസ്റ്റ് നിൽക്കുക 2 പ്രാവശ്യം. സോ നിൽക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറൊരു പേജ് വരുന്നുണ്ട്. സോ ഫൈനൽ സ്റ്റെപ്പാണിത്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു 6 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് തീർന്ന് കഴിയുമ്പോഴത്തേക്കും ആ പ്ലീസ് വെയിറ്റ് എന്നുള്ള സാധനം ഗെറ്റ് ലിങ്ക് എന്നാവും. സോ അത് ഗെറ്റ് ലിങ്ക് എന്നുള്ള അവിടെ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 ഡൗൺലോഡ് കാണാം, അതിൽ ഏത് കുഴപ്പം നിൽക്കിയാലും കുഴപ്പമില്ല. സോ നിങ്ങൾ ജസ്റ്റ് ആ ഡൗൺലോഡ് എന്ന് എഴുതിയേക്കണത് മാർക്ക് ചെയ്തേക്കണത് നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കണ്ട ഡൗൺലോഡ് എനിവേ എന്നുണ്ടാവും. സോ അത് നെക്കി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫ്രീ ഫയർ ഇന്ത്യ, നമ്മുടെ ഓഫ്ലൈൻ ഫ്രീ ഫയർ ഇന്ത്യ ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. സോ അത്ര അടിപൊളിയായിട്ട് ഡെവലപ്പ് ചെയ്തൊരു കുഞ്ഞ് ഗെയിമാണ്. സോ ഇത് ഫ്യൂച്ചറിൽ അടിപൊളിയാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ മിസ് ചെയ്യേണ്ട അതിൽ കൊടുക്കുന്ന സെക്കൻഡ് ലൈറ്റിൻ്റെ ബണ്ടിലൊക്കെ പണ്ടത്തെ ഫ്രീ ഫയറിൽ ഇതൊക്കെ കൊടുത്തപ്പോൾ ഗ്രാഫിക്സും ഗെയിമൊന്നും പോരെന്ന് പറഞ്ഞിട്ട് ആരും കളിക്കാണ്ട് ഇപ്പോഴത്തെ ഫ്രീ ഫയർ അതൊക്കെ റെയറാണ്. സോ നിങ്ങൾ അത് ഓർക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കളിക്കുക. ഓക്കെ, ഇനി ഫ്യൂച്ചറിൽ അത് നല്ല രീതിയിൽ ഡെവലപ്പാക്കി എടുക്കുന്നതാണ് എൻ്റെ വിശ്വാസം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി ഗെയിമിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ ഓൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ അപ്പം കിട്ടുന്നതായിരിക്കും. സോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗൈസ്, ബൈ.